യൂട്യൂബിൻ്റെ മോണിറ്റേഷൻ പോളിസിയിൽ ഒരു വൻ മാറ്റം വരാൻ പോവുകയാണ് 2027. നിലവിൽ നിങ്ങൾ യൂട്യൂബ് ചാനലുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുള്ള ഇതുവരെ മോണിറ്റൈസ് ആകാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമാണ്. അപ്പോൾ അതിലോട്ട് കടക്കണമെങ്കിൽ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് 500 സബ്സ്ക്രൈബേഴ്സ് മിനിമം വേണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 90 ദിവസത്തിനുള്ളിൽ 3 വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ വീഡിയോ 3000 വാച്ച് ടൈം അവർ കഴിയണം, അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ 90 ദിവസത്തിനുള്ളിൽ 30 ലക്ഷം വ്യൂസ് കടന്നു കഴിയണം. ഇത് കടന്നു കഴിഞ്ഞ് ഇതിൽ ഏതെങ്കിലും ഒന്ന്, അതായത് ഒന്നുകിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ 30 ലക്ഷം എന്നത് കടന്നു കഴിഞ്ഞാൽ ഈ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ അംഗമാകും. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ഒരു മെയിൽ അയക്കും. അങ്ങനെ നിങ്ങൾക്ക് അതിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ എന്ന് പറഞ്ഞ് മോണിറ്റൈസേഷൻ, അതായത് ഏണിങ് ചെയ്യാനുള്ള ആഡ്സൊക്കെ വരാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള കടമ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ്, അത് കഴിഞ്ഞിട്ടുള്ള 4000 വാച്ച് ടൈം അവർ വീഡിയോ 365 ദിവസത്തിനുള്ളിൽ ഏകദേശം 4000 മണിക്കൂർ വാച്ച് ടൈം കിട്ടണം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ 90 ദിവസത്തിനുള്ളിൽ 100 ലക്ഷം, അതായത് 1 കോടി വ്യൂസ് കിട്ടണം. അങ്ങനെ 1 കോടി വ്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മോണിറ്റൈസ് ആയി. അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ് നേടാൻ പറ്റും. പക്ഷേ ഇതുവരെ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും ഈ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പെടാൻ പോവുകയാണ്. വേറെ ഒന്നുമില്ല, ഇതിൽ മാറ്റം വരാൻ പോവുകയാണ്. കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടി വരും. അതായത് ഈ 1 കോടി എന്നുള്ളത് 2 കോടി ആകാൻ പോവുകയാണ് 2027 ഫെബ്രുവരി 1 കൂടി. അതുപോലെ ഈ 4000 ടൈം വാച്ച് ടൈം എന്നുള്ളത് ഏകദേശം 8000 ടൈം വാച്ച് ടൈം അവേഴ്സ് ആകാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടും. നിങ്ങളൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തിയാണെങ്കിൽ മാക്സിമം ഈ 2027 ഫെബ്രുവരി 1 ഉള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് എങ്ങനെയെങ്കിലും 1 കോടി ആക്കാൻ നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും.